തിയേറ്ററുകളിലെത്തി 15 ദിവസം പിന്നിടുമ്പോഴും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുകയാണ് ദൃശ്യം 3. കേരളത്തിൽ നിന്നാണ് ചിത്രത്തിന് ഇപ്പോഴും ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ഇന്ത്യയിലെ നെറ്റ് കളക്ഷനിൽ ചിത്രം ഉടൻ 100 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രമായ ദൃശ്യം 3. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നായി മാറിയ ചിത്രമാണ് ദൃശ്യം ഫ്രാഞ്ചൈസി. മലയാള സിനിമയിൽ ഈ ചിത്രത്തിനുള്ള ജനപ്രീതി ഒന്ന് വേറെ തന്നെയാണ്. 13 വർഷം മുൻപെത്തിയ ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം മുതൽ നേടിയ ജനകീയതയാണ് ഇപ്പോൾ തിയേറ്ററുകളിലുള്ള ദൃശ്യം 3യിലും പ്രകടമാകുന്നത്. ചിത്രം 7 ദിവസം കൊണ്ട് 200 കോടി ക്ലബിൽ എത്തിയെന്ന വാർത്തകൾ നിർമ്മാതാക്കൾ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. 2ാം വാരം പിന്നിടുമ്പോഴും മികച്ച സ്ക്രീൻ കൗണ്ടാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. കേരളത്തിൽ നിന്നാണ് ചിത്രത്തിന് ഇപ്പോഴും ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ഇന്ത്യയിലെ നെറ്റ് കളക്ഷനിൽ ഉടൻ തന്നെ ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളുടെ പട്ടികയിൽ ദൃശ്യം 3 ഇടം പിടിക്കും. പ്രധാന നഗരങ്ങളിലെല്ലാം മികച്ച ഒക്യുപ്പൻസിയാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. പല പ്രത്യേകതകളുമായാണ് ദൃശ്യം 3 തിയേറ്ററുകളിലെത്തിയത്. മലയാളത്തിനൊപ്പം തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷാ പതിപ്പുകൾ തിയേറ്ററുകളിൽ എത്തിയെന്നതായിരുന്നു അതിലൊന്ന്. റിലീസ് ചെയ്ത മാർക്കറ്റുകളിലെല്ലാം മികച്ച പ്രതികരണം തന്നെ ചിത്രം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രവൃത്തി ദിവസങ്ങളെ അപേക്ഷിച്ച് ഞായറാഴ്ച കേരളത്തിലെ ബോക്സ് ഓഫീസിൽ വലിയ കുതിച്ചുചാട്ടമാണ് ചിത്രത്തിന്റെ 3ാം ഭാഗം കാഴ്ചവെച്ചത്. മോർണിംഗ് ഷോകളിലും ഈവനിംഗ് ഷോകളിലും കുടുംബ പ്രേക്ഷകരുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടതോടെ ഒക്യുപ്പൻസി നിരക്ക് കുത്തനെ ഉയർന്നു. 2026 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകളുടെ പട്ടികയിൽ ദൃശ്യം 3 മുന്നിലുണ്ട്. വരും ദിവസങ്ങളിലും ഇതേ മുന്നേറ്റം തുടർന്നാൽ ചിത്രം 2 ദിവസത്തിനകം ഇന്ത്യയിലെ മാത്രം കളക്ഷൻ കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം പിടിക്കും. 12 ദിവസം കൊണ്ട് 98.5 കോടി രൂപയാണ് ഇന്ത്യ നെറ്റ് കളക്ഷനായി നേടിയിരിക്കുന്നത്. ചിത്രം 100 കോടി ക്ലബിലെത്തുന്നത് മോഹൻലാലിന്റെ കരിയറിലെ മറ്റൊരു വലിയ നേട്ടമാകും. ചിത്രത്തിന്റെ വൻ വിപണി മൂല്യം മുന്നിൽ കണ്ട ബോളിവുഡിലെ വമ്പൻ സ്റ്റുഡിയോകളും ആശീർവാദ് സിനിമാസിനൊപ്പം മലയാളം ദൃശ്യം 3യുടെ ഭാഗമായിരുന്നു. ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ദൃശ്യം 3 മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റ്സുകൾ വാങ്ങിയിരുന്നു. ബോളിവുഡിലെ മറ്റൊരു പ്രമുഖ ബാനറായ പെൻ സ്റ്റുഡിയോസ് പനോരമ സ്റ്റുഡിയോസിലൂടെ ആശീർവാദ് സിനിമാസിൽ 100 കോടി മുതൽ മുടക്കിയിട്ടുമുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.